മക്കളെ, നമ്മളുടെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മളുടെ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് അല്ലെങ്കിൽ അയിരിൻ്റെ സാന്ദ്രീകരണം എന്ന് പറയുന്ന ആ ഒരു ഭാഗം അല്ലേ. അപ്പോൾ മെറ്റലർജിയിലെ കുറച്ച് പ്രോസസ്സുകളാണ് ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മളുടെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പെട്ടെന്ന് എന്ത് നോക്കാം, നമ്മളുടെ കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗം നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓറുകളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അയിരിൻ്റെ സാന്ദ്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമുക്കതേ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഒരു സാധനം കിട്ടി, ഇപ്പോൾ വല്ല മരച്ചീൻ, ഓക്കെ, കപ്പ അല്ലെങ്കിൽ കൊള്ളി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയുക അല്ലേ. അപ്പോൾ അതേ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും സാധനം നമുക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടി, നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തായാലും അതിൽ എന്തുണ്ടാവും? കുറേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അതായത് കുറച്ച് അപദ്രവ്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യണം അല്ലേ. ആ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ അല്ലെങ്കിൽ അപദ്രവ്യത്തെയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ കുറച്ച് മെത്തേഡുകൾ ചെയ്യല്ലേ. വെള്ളത്തിൽ കൊണ്ടുപോയി കഴിയും, സോപ്പിട്ട് കഴുകും, അങ്ങനെയൊക്കെ ഓരോ മെത്തേഡ്സ് നമ്മൾ ചെയ്യില്ലേ. അത്ര തന്നെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ? ഓറിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അയിരിൻ്റെ സാന്ദ്രീകരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് കിട്ടുന്ന ആ ഒരു ഓർ ഉണ്ടല്ലോ, ആ ഓറിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് അല്ലെങ്കിൽ അയിരിൻ്റെ സാന്ദ്രീകരണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, വെള്ളത്തിൽ കൊണ്ടുപോയി കഴുകുന്നു, ചിലപ്പോൾ സോപ്പിട്ട് നമ്മൾ കഴുകുന്നു. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് മെത്തേഡ്സ് വീട്ടിൽ ചെയ്യാറുണ്ട് ഇല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ ചെയ്യുന്ന ആ മെത്തേഡുകൾക്കൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് 4 മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ആ മെത്തേഡുകൾ? ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലെവിഗേഷൻ. ഫസ്റ്റത്തെ മെത്തേഡ് ഏതാണ്? ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും. ഹൈഡ്രോളിക് വാഷിംഗ്, അതായത് കിട്ടിയ സാധനം എന്തായാലും ആദ്യം കൊണ്ടുപോയിട്ട് ടാപ്പിൻ്റെ അടിയിൽ വെക്കുക ചെയ്യുക അല്ലേ. അത്രേ ഉള്ളൂ, വെള്ളത്തിൽ കഴുകുക, അത്രേ ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രോളിക് വാഷിംഗ് മലയാളത്തിൽ എന്താ പറയുക? ജലപ്രവാഹത്തിൽ കഴുകൽ. പേരിൽ തന്നെ ഉണ്ട് എന്താ ചെയ്യുന്നതിന്. ജലപ്രവാഹത്തിൽ കഴുകൽ. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? ഫ്രോത്ത് ഫ്ലോട്ടർ. പിന്നെ പറഞ്ഞു നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് സോപ്പ് ഇട്ട് അതിനൊന്ന് വൃത്തിയാക്കും അല്ലേ. അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, അതായത് പ്ലവന പ്രക്രിയ. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ, അതായത് കാന്തിക വിഭജനം. ഇനി നമ്മളുടെ നാലാമത്തെ മെത്തേഡാണ് ലീച്ചിങ്. നാലാമത്തെ മെത്തേഡ് എന്താണ്? ലീച്ചിങ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ലീച്ചിങ് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 മെത്തേഡുകൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഓറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ഓറുകൾക്കും നമ്മൾ ഓരോരോ മെത്തേഡുകളാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഓറുകൾക്ക്, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതും ഇത് തന്നെയാണ്. ഓറിൻ്റെയും അതേപോലെ തന്നെ നമ്മളുടെ ഇമ്പ്യൂരിറ്റിയുടെയും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് ഓർത്ത് വെക്കാം. അതുപോലെ ഏത് ഓറുകളിലാണ്, ചിലപ്പോൾ സൾഫൈഡ് ഓറിലാവും, ചിലപ്പോൾ ഓക്സൈഡ് ഓറിലാവും, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? മക്കളെ കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് വേഗം ഓരോന്നായിട്ട് നമുക്ക് വേഗം ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ലെവിഗേഷൻ. അപ്പോൾ ഞാൻ മലയാളമൊക്കെ അപ്പുറത്ത് എഴുതിയുകൊണ്ട് ഇനി വീണ്ടും എഴുതാനായിട്ട് പോകുന്നില്ല. ലെവിഗേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ജലപ്രവാഹത്തിൽ കഴുകലാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഓറും ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ ഇമ്പ്യൂരിറ്റിയും ഉണ്ട്. ഓർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അയിരാണ്, ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഭദ്രവ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഓരോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ. എന്താണ് ആ പ്രത്യേകത എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എന്താണ് ആ പ്രത്യേകത? ഇവിടെ നമ്മളുടെ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് I, അപ്പോൾ IL എന്നൊന്ന് ഓർത്ത് വെക്കുക. രണ്ടും ഇങ്ങനെ ഓരോ വരയാണെന്ന് ഓർത്ത് വെക്കുക. ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ലൈറ്റർ ആണ്. ലൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരം കുറവ് അല്ലെങ്കിൽ സാന്ദ്രത കുറഞ്ഞ ആളാണ്. ഓർ എന്ന് പറയുന്നത് എന്താണ്? ഹെവിയർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അയിര് സാന്ദ്രത കൂടിയ ആളാണ്. നമ്മളുടെ ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ അപദ്രവ്യം എന്ന് പറയുന്നത്
സാന്ദ്രത അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ ആളാണ് അല്ലേ. നമുക്ക് മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയ ഒരു സാധനം വെള്ളത്തിൽ നമ്മൾ കഴുകുന്ന സമയത്ത് അതിന്റെ മണ്ണ് കളയണം. അപ്പൊ മണ്ണാണ് അവിടുത്തെ അപദ്രവ്യം അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ മണ്ണിന് സാന്ദ്രത കുറവായതുകൊണ്ട് അല്ലെങ്കിൽ ഭാരം കുറവായതുകൊണ്ട് വെള്ളത്തിൽ വെക്കുമ്പോൾ തന്നെ ആ മണ്ണൊക്കെ ഒലിച്ചു പോകും അല്ലേ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഓരോ ഹെവിയറും ഇമ്പ്യൂരിറ്റി ലൈറ്ററും ആണെങ്കിൽ അല്ലെങ്കിൽ അയിര് സാന്ദ്രത കൂടിയതും അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കോൺസെൻട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ലെവിഗേഷൻ അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓ ഗോ എന്ന് ഓർത്ത് വെക്കുക. എന്ന് ഓർത്ത് വെക്കുക? ഓ ഗോ എന്ന് ഓർത്ത് വെക്കുക. എന്താണ് ഈ ഓ ഗോ എന്ന് പറയുന്നത്? ഓക്സൈഡ് ഓർസിനെയും അതുപോലെ ഗോൾഡിന്റെ ഓർസിനെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്സൈഡ് ഓറുകളെയും ഗോൾഡിന്റെ അയിരിനെയും ഒക്കെ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ സാന്ദ്രീകരണം ചെയ്യാനാണ് ഈ ഒരു ലെവിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓ ഗോ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മളുടെ ലെവിഗേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളുടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ കുറച്ച് പതപ്പിക്കുക. നമ്മളുടെ ഓറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പതപ്പിച്ച് കുളിച്ച് കുട്ടപ്പനാക്കി അതിൽ നിന്നും ആ ഇമ്പ്യൂരിറ്റീനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇവിടെ നേരത്തെ പോലെ തന്നെ നമ്മളുടെ ഓറിനും അതുപോലെ തന്നെ നമ്മളുടെ ഇമ്പ്യൂരിറ്റിക്കും എന്തുണ്ട്? കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകത? ഓറ്, ഇമ്പ്യൂരിറ്റി. ഓർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അയിരാണ്, ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ അപദ്രവ്യമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രത്യേകത വരുന്നത്? എന്താണ്? അതായത് നേരത്തെ നമ്മൾ ലെവിഗേഷനിൽ കണ്ടില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടുത്തെ പ്രത്യേകത വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇമ്പ്യൂരിറ്റി എന്തായിരിക്കും? ഹെവിയർ ആയിരിക്കും. നേരത്തെ ഇമ്പ്യൂരിറ്റി ലൈറ്റർ ആയിരുന്നു, പക്ഷെ ഇവിടെ നമ്മളുടെ ഇമ്പ്യൂരിറ്റി ഹെവിയർ ആയിരിക്കും. നമ്മളുടെ ഓർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ അയിര് എന്ന് പറയുന്നത് സാന്ദ്രത കുറഞ്ഞ ആളായിരിക്കും. എന്നാൽ നമ്മളുടെ അപദ്രവ്യം എന്ന് പറയുന്നത് സാന്ദ്രത കൂടിയ ആളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സാന്ദ്രീകരിക്കാനാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന പ്രക്രിയ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് സൾഫൈഡ് ഓറുകൾ. സൾഫൈഡ് അയിര് ഉണ്ടാകുമല്ലോ. അപ്പോൾ സൾഫൈഡ് ZnS Cu2S അങ്ങനെയൊക്കെ സൾഫൈഡിൻ്റെ അയിരുകളൊക്കെ മേ ബി ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ സൾഫൈഡിൻ്റെ അയിരുകളൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെപ്പറേറ്റ് അല്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന പ്രക്രിയ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിത് പൈൻ ഓയിലൊക്കെ ആഡ് ചെയ്ത് അതിന് അജിറ്റേറ്റ് ഒക്കെ ചെയ്ത് അതായത് നന്നായിട്ട് ഇങ്ങനെ സ്റ്റിർ ചെയ്ത് ഇളക്കിയൊക്കെ കഴിയുമ്പോൾ ഇവിടെ എന്താണ്? കുറേ പദം അങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ ഓർ ഇവിടെ ലൈറ്ററാണ്. അപ്പോൾ ലൈറ്റർ ആയിട്ടുള്ള ആ ഓറും എന്ത് ചെയ്യുന്നു? ആ പതയുടെ കൂടെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുന്നുണ്ടാവും. ഇമ്പ്യൂരിറ്റീസ് ഇതേ താഴെ, ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസിനെ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇമ്പ്യൂരിറ്റീസ് ഇതേ ഇവിടെ താഴെ വന്ന് കിടക്കുന്നുണ്ടാവും. സോ നമുക്ക് ഈസി ആയിട്ട് അവർ രണ്ടുപേരും വേറെ വേറെ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ഇനി നമ്മളുടെ മൂന്നാമത്തെ മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെങ്കിൽ നമ്മളുടെ കാന്തിക വിഭജനം. അത് പേരിൽ തന്നെയുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു അയൺ നെയിൽ ഉണ്ട്, ഒരു ആനയുണ്ട്. ആ ആന എന്ത് ചെയ്യാന്നറിയോ? കുറച്ച് മരപ്പൊടിയുടെ ഉള്ളിൽ വീണു. അപ്പോൾ എനിക്ക് ആ ആണി എടുക്കണം. എന്ത് ചെയ്താൽ മതി? ഒരു കാന്തം കൊണ്ട് പോയാൽ മതി. ആ മരപ്പൊടിയുടെ അടുത്ത് ഞാൻ ഒരു കാന്തം കൊണ്ട് പോയി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ അയൺ നെയിൽ അതിൽ പറ്റിപ്പിടിക്കും അല്ലേ. കാരണം എന്താ? നമ്മളുടെ അയൺ നെയിലിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മളുടെ അവിടെ കിടക്കുന്ന ആ മരപ്പൊടി അല്ലെങ്കിൽ മണ്ണൊക്കെ ആണെങ്കിൽ അതിനെന്തില്ല? ആ കാന്തിക സ്വഭാവം ഇല്ല അല്ലേ. അപ്പോൾ എന്താണ്? ഈസി ആയിട്ട് അവർ രണ്ടുപേരെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നുകിൽ ഓറ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി. ആർക്കെങ്കിലും ഒരാൾക്ക് എന്ത് വേണം? മാഗ്നറ്റിക് നേച്ചർ വേണം. ആർക്കെങ്കിലും ഒരാൾക്ക് എന്ത് വേണം? രണ്ടുപേർക്കും ഉണ്ടാവരുത്, അപ്പം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് എന്താണ്? കാന്തിക സ്വഭാവം വേണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈസി ആയിട്ട് അവരെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ മാഗ്നറ്റൈറ്റ് ഒക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ.
മാഗ്നറ്റൈറ്റ് ഒക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇതേ നമ്മുടെ കയ്യിൽ കിട്ടിയ ഓറിനെ ഇതേ ഇതിലൂടെ ആ മാഗ്നറ്റിക് റോളറിലൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്യാണ്. അപ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഏതെങ്കിലും ഒരാൾക്കാണ് മാഗ്നറ്റിക് സ്വഭാവം ഉള്ളത് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് സ്വഭാവം ഉള്ള ആൾ കാന്തത്തിൽ ഇതേ പറ്റിപ്പിടിച്ചു. അപ്പോൾ അതിനെ നമ്മൾ ഇതേ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് ഒരു കണ്ടെയ്നറിലെടുത്തു. മാഗ്നറ്റിക് സ്വഭാവം ഇല്ലാത്ത ആൾ കണ്ടോ, അപ്പുറത്ത് വേറൊരു കണ്ടെയ്നറിലാണ് പോയി വീഴുന്നത്. അപ്പോൾ ആ നോൺ മാഗ്നറ്റിക് കമ്പോണൻറ്റിനെ വേറൊരു കണ്ടെയ്നറിൽ നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ആ ഒരു കോൺസെൻട്രേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാഗ്നറ്റൈറ്റ് മാത്രമല്ല, പിന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് ടിൻ സ്റ്റോൺ ഉണ്ട്. ടിൻ സ്റ്റോൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്വഭാവം ഇല്ലാത്ത ആളാണ്. ഓക്കെ, മാഗ്നറ്റിക് നേച്ചർ ഇല്ലാത്ത ആളാണ്. ഓക്കെ, അപ്പോൾ അതിന്ന് നമുക്ക് എന്ത് ചെയ്യണം, അയൺ ടങ്സ്റ്റേറ്റ് ഉണ്ട്. അയൺ ടങ്സ്റ്റേറ്റ് ഇമ്പ്യൂരിറ്റി ആണ്. അപ്പോൾ ആ അയൺ ടങ്സ്റ്റേറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. കാരണം അതിന് എന്തുണ്ട്, മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ പ്രോസസ്സ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്നാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. പിന്നെ മാഗ്നറ്റൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ മാഗ്നറ്റിക് സെപ്പറേഷൻ ഈസി ആയാലും പ്രത്യേകിച്ച് ഒന്നുമില്ല, ഏതെങ്കിലും ഒരാൾക്ക് മാഗ്നറ്റിക് സ്വഭാവം ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലാസ്റ്റത്തെ മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറയുന്ന മെത്തേഡ്. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മൾ ഒരു സൊല്യൂഷൻ എടുക്കും. ഹോട്ട് NaOH സൊല്യൂഷൻസ് ഒക്കെയാണ് ജനറലി നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു സൊല്യൂഷൻ എടുക്കും. ആ സൊല്യൂഷനിലേക്ക് നമ്മളുടെ ഓർ ഇമ്പ്യൂരിറ്റി എല്ലാവരും കൂടി നമ്മൾ അങ്ങോട്ട് ഇടുകയാണ്. ആ ഒരു മിക്സ്ചർ നമ്മൾ അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മളുടെ ഓർ എന്ത് ചെയ്യും എന്നറിയോ, ഡിസോൾവ് ചെയ്യും. നമ്മളുടെ ഓർ എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യും. അതായത് അയിര് എന്ത് ചെയ്യും, നമ്മൾ ഇടുന്ന ആ ഒരു സൊല്യൂഷനിൽ കിടന്ന് ലയിക്കും. ഓക്കെ, പക്ഷെ നമ്മളുടെ ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ അപദ്രവ്യം എന്ത് ചെയ്യില്ല, ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ഡിസോൾവ് ചെയ്യില്ല. ഓക്കെ, ഇമ്പ്യൂരിറ്റി ഡിസോൾവ് ചെയ്യില്ല, അപദ്രവ്യം എന്ത് ചെയ്യില്ല, ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക, ഇമ്പ്യൂരിറ്റി ഡിസോൾവ് ആയിട്ടില്ല, ഓറ് ഡിസോൾവ് ആയി. അപ്പോൾ നമുക്ക് ആ ഇമ്പ്യൂരിറ്റീനെ ഫിൽറ്റർ ചെയ്തെടുക്കാമല്ലോ. ഈ ഇമ്പ്യൂരിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാം, ഫിൽറ്റർ ചെയ്ത് അരിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. കാരണം ആള് അലിഞ്ഞിട്ടില്ല, അപ്പോൾ ആളെ നമുക്ക് അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മളുടെ ഓറ് ഡിസോൾവ് ആയിട്ടുണ്ട്, ആളെ സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, പിന്നെ അതിൽ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ അലുമിനിയത്തിന്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റ് ഉണ്ടല്ലോ, ഈ ബോക്സൈറ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെ എടുക്കുന്നത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ 4 കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാമ്പിളും പിന്നെ അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലേ, ഓറിൻ്റെയും ആ ഒരു ഇമ്പ്യൂരിറ്റിയുടെയും പ്രോപ്പർട്ടിയും എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ ഓർത്ത് വെക്കുക. ആദ്യത്തെ 2 എണ്ണമാണ് മാറിപ്പോകാൻ ചാൻസ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതൊന്ന് പറഞ്ഞു തരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ മതി. മിസ് ഇതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇതേപോലെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ തന്നെ ആൻസർ ഉണ്ട്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നമ്മളുടെ മാഗ്നറ്റൈറ്റ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മെത്തേഡ് ഏതാണ്, മാഗ്നറ്റൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മെത്തേഡ് ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിടുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ആയിട്ട് എഴുതിയിടുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.